ഇടയ്ക്ക് അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ ഈ സ്വന്തം ശരീരം മരുന്ന് പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചനയുമായിട്ടാണ് പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയും പിന്നെ പോയതിന് ശേഷം അത് ആ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി എന്നറിയാൻ ആകാംക്ഷയുണ്ട്. സത്യമാണ്. ഞാൻ ആളുകൾ വിളിച്ചുകൊണ്ട് പോയപ്പം ഈ അമേരിക്കക്കാർക്കൊക്കെ ഇങ്ങനെ, അമേരിക്കയല്ല എല്ലാ രാജ്യത്തും 6 മാസമാണ് നമുക്ക് തുടർന്ന് നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അവിടെ ജോലിക്കെടുക്കണം. 10 വർഷത്തെ വിസ ഉണ്ട്. അപ്പം ഞാൻ നീണ്ട പല പരീക്ഷണങ്ങളുമൊക്കെ ചെയ്യാം. അവിടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്, അവരുമായിട്ട് ചേർന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയും കൂടെ ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരു 2 സ്ഥലത്ത് ഞാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ എനിക്ക് യോഗ്യതയില്ല എന്ന്. അതൊരു 10-30 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എടുത്തേനെ. ഇതിന് കാശിന് കൊള്ളാത്തപ്പോൾ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ അത് ഈ ടെസ്റ്റ് ചെയ്ത് മരുന്നൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ആരോഗ്യമൊക്കെ വേണം. ഇത് പിഞ്ചിയ തുണിയാന്ന് പറഞ്ഞു. ഇത് അങ്ങോട്ട് വലിച്ചാൽ പൊട്ടിപ്പോവും, ഒരു കാര്യമില്ല. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കുടുംബം മുഴുവൻ വിറ്റിട്ട് തരേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. എനിക്കൊരു രോഗം ഗൗട്ടെന്ന് പറഞ്ഞിട്ട് കാലയിലിങ്ങനെ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന രോഗമാണ്. അതിനായിരുന്നു ആദ്യം ശ്രമിച്ചത്. അപ്പോൾ അതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി വേറെ എന്തെങ്കിലും. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു വേറെ എന്തെങ്കിലും. അപ്പോൾ വലിയ റിസർച്ച് ലാബ് പോലൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി പോലൊരു സ്ഥലമാണ്. അവർ പറഞ്ഞ് നിങ്ങളുടെ ഈ പ്രായത്തിൽ അധികം ഒന്നും രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല ഞാനും പറഞ്ഞ് എത്ര നാളത്തേക്ക് ഇനി യോഗ്യതയുള്ള ഒരെണ്ണം കണ്ടുപിടിച്ചെന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ അവർ പറഞ്ഞ് ചുരുങ്ങിയത് 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ ഉള്ള പ്രോജക്റ്റുകളാണ് ഉള്ളത്. നിങ്ങൾക്കാണെങ്കിൽ 6 മാസം അല്ലയോ നിൽക്കാൻ പറ്റൂ. 6 മാസം വരെ മാത്രമുള്ളതൊക്കെ വളരെ ചെറിയ പരിശോധനകളെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ബ്രെയിൻ സ്റ്റഡിക്കൊക്കെ പോവാം. അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു നീണ്ട സ്റ്റഡിക്ക്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും ഒരെണ്ണം കിട്ടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവസാനം അവർ കണ്ടുപിടിച്ച് ഞാൻ ഈ അമേരിക്ക നിൽക്കാൻ വേണ്ടിയാണ് ഈ വിദ്യ പറയുന്നതെന്നായി. അവർക്ക് മനസ്സിലായി കേട്ടോ ഇവം അതിനും പറ്റിയ. കാരണം അവിടെ എന്തെങ്കിലും ഒരു വിടവുണ്ടാക്കി കയറാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലോകത്ത് പുതിയൊരു സാധനമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണെന്നാണ് അവർ മനസ്സിലാക്കി. അവരിങ്ങനെ നോക്കി, ഇത് കൊള്ളാമല്ല ഈ പാർട്ടി. അപ്പം ഞാനൊരു സ്റ്റഡിക്ക് വന്ന് അത് 1 കൊല്ലം നീണ്ട്. അപ്പോൾ എനിക്ക് 6 മാസം കഴിയുമ്പോൾ പറയാൻ പറ്റും ഇങ്ങനെ ഈ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ തരേണ്ടി വരും. അപ്പോൾ അതിനുള്ള വിദ്യയായിട്ട് അവർ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അത് അങ്ങനെ നമുക്കതൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ബോധ്യം. ഞാനങ്ങനെ അല്ല. അപ്പോൾ ഈ എന്നെ ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന അയാൾ പറഞ്ഞ് നിങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സത്യസന്ധമായിട്ട് പഠിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അതൊന്നും ഒരു രാജ്യത്തിൻ്റെ യുക്തിക്കകത്ത് നടക്കത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്നെ ഇനി അവർ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ കാശ് തരാമെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു സ്ഥലമൊക്കെ മേടിച്ച് അവരെനിക്ക് അവിടെ താമസിക്കാൻ സ്ഥലം. പക്ഷെ ആ കാശൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നടക്കത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ ആകെ അവർ പറഞ്ഞത് 6 മാസം കഴിയുമ്പോൾ നമുക്ക് വേറൊരു രാജ്യത്ത് പോയി ഒരു 2 മാസം കഴിയണം. നേരത്തെ പോയിട്ട് പിറ്റേ ആഴ്ച തിരിച്ചു വന്നാൽ ആ എയർപോർട്ടിലിരിക്കുന്നവർക്ക് വിസ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ വയസ്സന്മാർ മുഴുവൻ പോകുന്നത് കൊച്ചുമക്കളെ നോക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അടുത്തത് രാജ്യത്ത് പോയിട്ട് മൾട്ടിപ്പിൾ എൻട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ ടെക്നിക്കലി റൈറ്റാണ്. പക്ഷേ അവർ നോട്ടപ്പുള്ളിയായിട്ട് ടിക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ 6 മാസം കഴിയുമ്പോൾ പോയിട്ട് ഉടനെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇയാളിവിടെ എന്തോ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് അങ്ങനെ വരാനും ഒക്കത്തില്ല. ഇപ്പം മിനിമം ഒരു 2 മാസം. അപ്പോഴത്തേനും മിക്കവാറും ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോലി പോകും, തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് അവർ അത് കാണുന്നത്. അപ്പം അവർ സൂത്രശാലികളായ മനുഷ്യരെ കൈകാര്യം ചെയ്ത് നല്ല ശീലമാണ്. പിന്നെ നമ്മൾ സത്യസന്ധമായ സൂത്രശാലിയാണെന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ അത് കഴിയില്ല. അപ്പോൾ വേറെ രാജ്യത്ത് പോവേ തിരിച്ചു വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കാനഡയിൽ പോയി അവിടെ ഇങ്ങനെ എന്നെ എടുത്ത് കാര്യം പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് തിരിച്ച് ചെല്ലാമെന്നായിരുന്നു വിചാരിച്ചത്.
പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പോലെ ആളുകൾ ടിക്കറ്റ് അയച്ചു തരണ്ടേ. ടിക്കറ്റ് അയച്ചു തരുന്നത് തന്ന ആൾ ദുബായിൽ നിന്നാണ് ടിക്കറ്റ് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ ദുബായി വന്നു. അടുത്ത ടിക്കറ്റ് കിട്ടിയത് ഇന്ത്യക്കാരുടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലായിപ്പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ ടിക്കറ്റ് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാൽ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ടിക്കറ്റ് അയച്ചു തരും. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എഴുതുന്നില്ല, പറയുന്നതേ ഉള്ളൂ. പുസ്തകം പറയുന്ന പുസ്തകം, കാണുകയും കേൾക്കുകയും ചെയ്യാം. പറയുന്ന പുസ്തകം ഉണ്ടാക്കുന്നുണ്ട്. അത് പറഞ്ഞു തീർന്ന് അതൊരു മാസമോ 1.5-2 മാസത്തിനകത്ത് അത് റിലീസ് ചെയ്യുന്നുണ്ടാകും. അത് കഴിഞ്ഞാൽ വീണ്ടും ആരുടെയെങ്കിലും ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ എങ്ങോട്ട് വേണേലും പോകും. അത്രേ ഉള്ളൂ.